മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്ന് 3 മിനിറ്റ് പ്രാർത്ഥനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെയും, കുഞ്ഞുങ്ങളെയും, വിദ്യാർത്ഥികളെയും, രോഗികളെയും, അവശരെയും, ഒന്നിനും എഴുന്നേൽക്കാൻ ഇരിക്കുവാനോ സാധിക്കാത്തവരെയും ഇതാ യേശുവിൻ്റെ കരങ്ങൾക്ക് സമർപ്പണം ചെയ്ത് വചനമാകുന്ന യേശുവിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. സംസാരത്തിലെ ശാന്തതയും സൗമ്യതയും വിനയവും കേൾവിക്കാരുടെ ഹൃദയത്തെ സ്പർശിക്കും. നാം നമ്മോട് തന്നെ നല്ലത് പറയണം, നമ്മോട് തന്നെ വിശ്വസ്തരാകണം. വചനം തരുന്നു പ്രഭാഷകൻ 29:3. വാക്കുപാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തരാകുക, നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും. മകളെ, വാക്കുപാലിക്കുന്നവൻ വിശ്വസ്തനാണ്. വിശ്വസ്തർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. നാം എന്ത് ആകുന്നുവോ, നമ്മിൽ എന്ത് ഉണ്ട്, അത് വാക്കിലൂടെ തിരിച്ചറിയും. വാക്കിൻ്റെ മൂർച്ച ആയുധത്തേക്കാൾ വലുതാണ്. വാക്കിലെ സ്നേഹം എല്ലാ ക്ഷീണതകളെയും ഇല്ലാതാക്കുന്ന ഊർജം തരുന്ന പവർ ഹൗസാണ്. എത്രയോ വ്യക്തികളുടെ വാക്കുകൾ നമ്മെ തളർത്തിയിട്ടുണ്ട്, വഴി തെറ്റിച്ചിട്ടുണ്ട്, മാനസിക നില പോലും തെറ്റിച്ചിട്ടില്ലേ? അതുപോലെ എത്രയോ വ്യക്തിയുടെ വാക്കുകൾ നമ്മെ തന്നെ ഉണർത്തിയിട്ടുണ്ട്, പ്രചോദിപ്പിച്ചിട്ടുണ്ട്, സുഖപ്പെടുത്തിയിട്ടുണ്ട്. മറക്കരുതേ, വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. തക്ക സമയത്ത് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറും. വിശ്വസ്തർ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കും. അവൻ്റെ ഒരു ആവശ്യം പോലും മുടങ്ങിപ്പോകുകയില്ല. മകളെ, നാളെ പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് വേണ്ടി, ഉന്നത വിജയത്തിന് വേണ്ടി അച്ഛന്മാരായ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. രോഗികളായ മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ആർക്കും അധോഗതി ഉണ്ടാകരുത്, എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം പല പ്രാവശ്യം കേട്ട് സാധിക്കുമെങ്കിൽ കുറച്ചു പേർക്ക് ഷെയർ ചെയ്യുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ വചനം കേൾക്കുന്നവർക്കും പാലിക്കുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.